കേരളത്തിനെതിരെ വിവാദ പരാമർശവുമായി ബി.ജെ.പി. മന്ത്രി നിതീഷ് റാണ. കേരളം മിനി പാകിസ്ഥാനാണ് എന്നായിരുന്നു പരാമർശം. മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും വിജയിച്ചതെന്നും നിതീഷ് റാണ കുറ്റപ്പെടുത്തി. പി.ആർ. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, മറാഠിയിലാണ് പ്രസംഗം. എന്താണ് ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് പശ്ചാത്തലം? എന്താണ് നിതീഷ് റാണയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണ രൂപം? കേരളത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രിയായ നിതീഷ് റാണ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് വിജയിച്ചു വന്നത് കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. മന്ത്രി കൂടിയായ നിതീഷ് റാണ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ റാണയുടെ മകനാണ് നിതീഷ് റാണ. നേരത്തെയും ഇതുപോലെ നിരവധി വിദ്വേഷ പ്രസംഗങ്ങളും പരാമർശങ്ങളും ഒക്കെ തന്നെ നിതീഷ് റാണ നടത്തിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിക്കുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ശക്തമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് കേരളത്തെ ഇപ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് നിതീഷ് റാണ വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ മോശമായ ഒരു പരാമർശം തന്നെയാണ് നിതീഷ് റാണ കേരളത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്നത്. നേരത്തെയും ഇതുപോലെ പല വിദ്വേഷ പരാമർശങ്ങളും നേരത്തെ പല പ്രമുഖ നേതാക്കളുമൊക്കെ തന്നെ കേരളത്തിൽ വന്ന് നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരത്തെ കേരളത്തെ സൊമാലിയ എന്ന് പരാമർശം നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ബി.ജെ.പിയുടെ ഒരു മഹാരാഷ്ട്ര മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നതും. മഹാരാഷ്ട്രയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബി.ജെ.പി. നേതാവിന്റെ മകനാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു നാരായൺ റാണയുടെ മകനാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ വിദ്വേഷപരമായ ഒരു പ്രസംഗം കേരളത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്നത്. കേരളം മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചിരിക്കുന്നു. മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന ഒരു പരാമർശമാണ് നിതീഷ് റാണ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പരാമർശത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചിരിക്കുന്നത് ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ ശൈലിയാണ് നിതീഷ് റാണ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കേരളം പോലുള്ള സംസ്ഥാനത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തുന്നത് ബി.ജെ.പിയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് നിതീഷ് റാണ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പവൻ ഖേര ഇപ്പോൾ പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. നിതീഷ് റാണ രാജിവെക്കണമെന്ന് എൻ.സി.പി. ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇപ്പോൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. വെറുപ്പിന്റെ പരാമർശമാണ്. നേരത്തെ വയനാട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ ലീഗിന്റെ കൊടികൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ പാകിസ്ഥാന്റെ കൊടികളാണ് എന്ന് പറഞ്ഞത് അമിത്ഷായാണ്. ബി.ജെ.പി. നേതാക്കൾ തുടർച്ചയായി കേരളത്തെ അപമാനിക്കാൻ ലീഗുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രിയങ്കയും രാഹുലും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കേരളവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ കൂട്ടുന്നുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര മന്ത്രിയുടെ ബി.ജെ.പി. മന്ത്രിയുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. നിതീഷ് റാണയുടെ പ്രതികരണം: കേരളം മിനി പാകിസ്ഥാനാണ്, അതുകൊണ്ടാണ് ഇവിടെ നിന്നും രാഹുലും പ്രിയങ്കയും വിജയിച്ചത് എന്നാണ് നിതീഷ് റാണയുടെ പ്രതികരണം. ഇതിൽ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത്. പി.ആർ. സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.